നമുക്ക് സോപ്പ് മേക്കിംഗ് പഠിക്കാം. അതിനാവശ്യമായ പച്ചമരുന്ന് ഞാൻ 2 കിലോ സോപ്പ് പീസാണ് വാങ്ങിയത്. അതിലേക്ക് വേണ്ട പച്ചമരുന്ന് എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അത് എത്ര എടുക്കുകയാണെങ്കിലും ഞാൻ 750 ഗ്രാം പച്ചമരുന്ന് എടുത്ത് ചീനച്ചട്ടിയിൽ എടുത്ത് വെള്ളം വറ്റിച്ച് 21 ഗ്രാമിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് ബോയിലിംഗ് രൂപത്തിൽ സോപ്പ് ബേസ് ലൂസ് ആക്കാം. കട്ടയെ ലൂസാക്കി കൊണ്ടുവരാം. ചീനച്ചട്ടി വെച്ച് അതിന് മുകളിൽ വേറെ പാത്രം വെച്ചതിന് ശേഷം ബോയിലിംഗ് ചെയ്ത് സോപ്പ് ബേസ് ലൂസാക്കി കൊണ്ടുവന്ന് അതിലേക്ക് പച്ചമരുന്നിട്ട് ലൂസാക്കി കൊണ്ടുവന്ന് മാറ്റി വെച്ച് കംപ്ലീറ്റ് ക്ലിയർ ആയതിനു ശേഷം മാറ്റി വെക്കുക. പെർഫ്യൂം 1 കിലോയ്ക്ക് 16 ഗ്രാം പെർഫ്യൂമാണ് വേണ്ടത്. 2 കിലോയ്ക്ക് 32 ഗ്രാം പെർഫ്യൂമാണ് ഞാൻ ഒഴിക്കുന്നത്. ഒഴിച്ച് ഇളക്കിയതിന് ശേഷം നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. മോൾഡിലേക്ക് ഒഴിച്ച് അരമണിക്കൂർ ചൂടാറിയതിന് ശേഷം പാക്ക് ചെയ്യാം. 1 കിലോ ബേസിന് 16 ഗ്രാം പെർഫ്യൂം പറഞ്ഞല്ലോ. ഒരു 10 ഗ്രാം പച്ചമരുന്നേ പറ്റുള്ളൂ. അതിൽ കൂടുതലായാൽ അത് സോപ്പ് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 കിലോ ബേസിന് 16 ഗ്രാം പെർഫ്യൂം, 10 ഗ്രാം പച്ചമരുന്ന്, അല്ലെങ്കിൽ 11 ഗ്രാം മാക്സിമം, അതിലേറെ വേണ്ട. ഇവിടെ മേക്ക് ചെയ്ത സോപ്പ് ചൊറിയുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്ന രീതിയിൽ ഞാൻ എണ്ണയിൽ ഉപയോഗിക്കുന്ന പച്ചമരുന്നാണ് ഇതിൽ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. കറ്റാർവാഴ ഉപയോഗിക്കുന്നവർ